ഇപ്പോൾ പാരന്റിങ് എന്ന് പറയുന്നത് പുതിയ കാലഘട്ടത്തിലെ കുട്ടികൾ, അവർ ഹൈടെക്കായി, അവർ ഡിജിറ്റലായ കുട്ടികൾ, അവരെ മാനേജ് ചെയ്യുന്നത്, അവരെ സമീപിക്കുന്നത് പുതിയ വെല്ലുവിളിയാണ്. ആ വെല്ലുവിളി നേരിടാൻ എന്തുണ്ട് മാർഗം? മാർഗം മറ്റൊന്നുമില്ല, പഠിക്കാൻ തുടങ്ങുക എന്നതാണ്. ആര്? കുട്ടികളെ പഠിപ്പിക്കാൻ തുടങ്ങലല്ല, നമ്മൾ പഠിക്കാൻ തുടങ്ങുക. ആര്? രക്ഷിതാക്കൾ. പഠിക്കാൻ ആരംഭിക്കുക. പുതിയ കാലഘട്ടത്തെപ്പറ്റി, പുതിയ ലോകത്തെപ്പറ്റി, പുതിയ പ്രവണതകളെപ്പറ്റി, കുട്ടികളുടെ മനഃശാസ്ത്രത്തെക്കുറിച്ച്, കോവിഡാനന്തര കാലഘട്ടത്തിലെ കുട്ടികളുടെ പുതിയ വികാരങ്ങളെക്കുറിച്ച്, അവരുടെ വിഹ്വലതകളെക്കുറിച്ച് നിങ്ങൾ പാഠപുസ്തകത്തിൽ മാത്രം പോരാ, പുസ്തകങ്ങളിൽ മാത്രം പോരാ, നിങ്ങളുടെ കുട്ടിയെ നന്നായി നിരീക്ഷിച്ചു പഠിക്കേണ്ടിയിരിക്കുന്നു. നന്നായി പഠിക്കുക, മക്കളെ പഠിക്കുക. ഒരു ടീച്ചർക്ക് ഒരു ക്ലാസ്സിൽ 50 കുട്ടികൾ ഇരിക്കുമ്പോൾ 50 കുട്ടികളെയും പേഴ്സണലായി പഠിക്കാൻ കഴിഞ്ഞെന്ന് വരില്ല. അവർ മൊത്തത്തിലാണ് പഠിക്കുക. ഓരോ കുട്ടിയെയും പേഴ്സണലായി പഠിച്ചു കഴിയുമ്പോഴേക്കും ഒരു കൊല്ലം കഴിഞ്ഞു പോകും. എന്നാൽ രക്ഷിതാക്കൾക്ക് നിങ്ങൾക്ക് പഠിക്കാമല്ലോ, നിങ്ങളുടെ കുട്ടി ആരാണ്, നിങ്ങളുടെ കുട്ടി എന്താണ്, അവൻ്റെ സ്വപ്നങ്ങളുടെ ആഴം എന്താണ്, അവൻ്റെ പ്രതീക്ഷകളുടെ ആകാശം എന്താണ്, അവൻ്റെ ദൈന്യതകളുടെ പ്രശ്നങ്ങൾ എന്താണ് എന്ന് നന്നായി പഠിക്കുക. ഞാനിപ്പോൾ രാവിലെ വരുമ്പോൾ ഇവിടുത്തെ PTA എക്സിക്യൂട്ടീവ് മെമ്പർ അസ്രഫക്കയുടെ വീട്ടിൽ എനിക്ക് നല്ല ബ്രേക്ക്ഫാസ്റ്റ് കിട്ടി. ഞാൻ അവിടുന്ന് സംസാരിക്കുമ്പോൾ പറഞ്ഞിരുന്നു, നമ്മൾ എത്ര ഭാഗ്യവാന്മാരാണ്. ആര്? ഇപ്പോൾ രക്ഷിതാക്കളായിരിക്കുന്നവർ. നമുക്ക് പോയ കാലഘട്ടത്തിൻ്റെ മൂല്യമുള്ള ആ ഒരു സംസ്കാരം നമുക്ക് ലഭിച്ചിരുന്നു. അയൽപ്പക്ക ബന്ധങ്ങൾ, സ്നേഹബന്ധങ്ങൾ. ഞങ്ങളുടെയൊക്കെ ചെറുപ്പത്തിൽ അത്ഭുതത്തോടു കൂടിയാണ് ഒരു TV കണ്ടത്. ഞാൻ നിർമ്മലഗിരി കോളേജിൽ പഠിക്കുമ്പോൾ ശില്പ എൻ്റർപ്രൈസസ് എന്ന് പറയുന്ന കടയിൽ ഒരു TV വിൽക്കാൻ കൊണ്ടുപോയി വെച്ചതാണ് ഞാൻ ആദ്യമായിട്ട് കണ്ട TV. ഞങ്ങൾ പോയിട്ട് ഇതൊന്ന് ഓപ്പൺ ചെയ്തു തരുമോ എന്ന് ചോദിച്ചൊരു എനിക്ക് ഓർമ്മയുണ്ട്. ഇതൊന്ന് ഒന്ന് ചലിക്കുന്നത് കാണിച്ചു തരുമോ? അതൊന്നും പറ്റില്ല എന്ന മട്ടിൽ ഞങ്ങളെ മടക്കി അയച്ച് നിരാശരായി ഞങ്ങൾ തിരിച്ചു പോന്നു. ആ വസ്തുവിനെ അത്ഭുതത്തോടെ നമ്മൾ കണ്ടു. നമ്മൾ മൊബൈൽ ഫോണിനെ അത്ഭുതത്തോടെ കണ്ടു. പുതിയ കാലഘട്ടത്തിൻ്റെ ടെക്നോളജിയുടെ ഗുണഭോക്താവാകാനും നമുക്ക് പറ്റി. പഴയ കാലഘട്ടത്തിൻ്റെ മൂല്യങ്ങൾ ഏറ്റുവാങ്ങാനും നമുക്ക് പറ്റി. നമ്മൾ ഭാഗ്യവാന്മാരാണ്. പക്ഷെ പുതിയ കുട്ടികൾക്ക്, അവർക്ക് TV എന്ന് പറയുന്ന ഒരു അത്ഭുത വസ്തുവല്ല. അതൊരു സ്വാഭാവികമായി നമ്മുടെ വീട്ടുമുറ്റത്ത് നിൽക്കുന്ന തെങ്ങ് പോലെ, മാവ് പോലെ, വീട്ടിലെ അടുക്കള പാത്രങ്ങൾ പോലെ അവർ ജനിക്കുമ്പോഴേ കാണുന്ന വസ്തുവാണ്. അവർക്ക് മൊബൈൽ ഫോൺ എന്ന് പറയുന്നത് ഒരു ഷർട്ട് ധരിക്കുന്നത് പോലെ, ഒരു പാൻറ് ധരിക്കുന്നത് പോലെ ശരീരത്തിൻ്റെ ഭാഗമാണ് അവർക്കൊരു മൊബൈൽ ഫോൺ. അവർക്ക് പുതിയ കാലഘട്ടത്തിലെ കാറ്, പുതിയ കാലഘട്ടത്തിലെ AC, പുതിയ കാലഘട്ടത്തിലെ എല്ലാ സൗകര്യങ്ങളും അവർക്ക് സ്വാഭാവികമായി ജനിച്ചപ്പോൾ കണ്ടതും കിട്ടിയതുമാണ്. അവരവിടെ നിന്നാണ് ബിൽഡ് ചെയ്യുന്നത്. അങ്ങനെ ബിൽഡ് ചെയ്യുമ്പോൾ അവരെ ആ ബിൽഡിങ്ങിൽ മൂല്യങ്ങൾ നഷ്ടപ്പെട്ടു പോകാതെ അവരുടെ ജീവിതത്തെ കെട്ടിപ്പടുക്കാനുള്ള പരിശ്രമത്തിൽ നമ്മൾ ഇടപെടണം. അതിൽ വലിയ പണിയുണ്ട് നമുക്ക്. ഒരു കുട്ടി ജനിക്കുമ്പോൾ 3 ജന്മങ്ങൾ ഉണ്ടാവുന്നുണ്ട്, ഇല്ലേ? ഒരു കുട്ടി ജനിക്കുമ്പോൾ 3 ജന്മങ്ങളാണ് ഉണ്ടാവുന്നത്. 1 കുട്ടിയാണ്, 2 ഒരമ്മ ജനിക്കുകയാണ്. അന്ന് മുതൽ അമ്മ എന്ന് പറയുന്ന സ്ത്രീ നേരത്തെ ഉണ്ടാകാം, പക്ഷെ അമ്മയില്ല. അമ്മ ജനിക്കുന്നു, ഒരച്ഛനും ജനിക്കുന്നു. കുട്ടി വളരുമ്പോൾ അമ്മ വളരാറുണ്ടോ? അച്ഛൻ വളരാറുണ്ടോ? അതാ ചോദ്യം. നിങ്ങളുടെ വീടിൻ്റെ വലിപ്പം കൂട്ടിയിട്ടുണ്ടോ എന്നല്ല ചോദ്യം. നിങ്ങളുടെ കാറ് 5 ആൾ പോകുന്ന കാർ 7 ആൾ പോകുന്ന കാറാക്കി മാറ്റിയിട്ടുണ്ടോ എന്നല്ല ചോദ്യം. നിങ്ങളുടെ തൂക്കം വർദ്ധിച്ചിട്ടുണ്ടോ എന്നല്ല ചോദ്യം.
കുട്ടി വളരുമ്പോൾ നിങ്ങൾ വളർന്നിട്ടുണ്ടോ? ഞാനൊരു ഉദാഹരണം പറയാം. പച്ചക്കറി കൃഷി ഇപ്പോൾ എല്ലാവരും ചെയ്യുന്നുണ്ടല്ലോ, അത്യാവശ്യം വീട്ടിൽ ടെറസിലൊക്കെ ചെയ്യുന്നുണ്ട്. ഒരു മത്തൻ കൃഷി ചെയ്തിട്ട് അതിന് പൂവ് വന്നു. ആ പൂവിൽ നിന്ന് ഒരു ചെറിയ കായ, ഇത്ര വലുപ്പത്തിൽ, ഒരു വലിയ നെല്ലിക്കയുടെ വലുപ്പത്തിലുള്ള ഒരു കായ, ഞങ്ങളുടെ നാട്ടിൽ അതിന് മിടി എന്ന് പറയും. മിടിയായ ഒരു കായ വന്നു കഴിഞ്ഞാൽ നിങ്ങളൊരു മൺകലമെടുക്കുക, ഒരു മൺപാത്രം, ചെറിയൊരു മൺപാത്രം. ആ മൺപാത്രത്തിൽ ഈ മത്തൻ്റെ മിടിയിട്ട് വെക്കുക. ചെടിയിൽ നിന്ന് പറിക്കണ്ട, ചെടിയിൽ തന്നെ. എന്നിട്ട് ചെടിക്ക് നല്ലവണ്ണം വെള്ളവും വളവും കൊടുക്കുക. എന്താ സംഭവിക്കുക? മത്തൻ വളർന്ന് വരുമ്പോൾ മൺപാത്രം വളരുന്നില്ല. മൺപാത്രം വളരാതിരിക്കുമ്പോൾ എന്താ? ഒന്നുകിൽ മൺപാത്രം പൊട്ടും മത്തൻ വളരുമ്പോൾ, അല്ലെങ്കിൽ മൺപാത്രം നല്ല ഉറച്ചതാണെങ്കിൽ, നല്ല ശക്തിയുള്ളതാണെങ്കിൽ മത്തൻ അതിൻ്റെ അകത്ത് നിന്ന് നീറിക്കെട്ടുപോകും. നമ്മുടെ മക്കളെല്ലാം ഈ മിടിയാണ്. ആ മിടിയിട്ട് വെച്ചിരിക്കുന്ന മൺപാത്രമാണ് കുടുംബം, അമ്മ, അച്ഛൻ. കുട്ടി വളരുമ്പോൾ മൺപാത്രം വളർന്നില്ലെങ്കിൽ ആ മിടി മൺപാത്രത്തെ പൊട്ടിക്കും. അവർ കുടുംബ ബന്ധങ്ങളെ ധിക്കരിക്കും, അച്ഛനമ്മയെ ധിക്കരിക്കും, അവർ ആ കുടുംബ ബന്ധത്തെ തകർക്കും. ഇനി നിങ്ങൾ അതിഭീകരമായ അച്ചടക്കമുള്ളവരാണെങ്കിൽ, ഉഗ്രശാസനയോടുകൂടി കുട്ടികളെ വരച്ച വരയിൽ നിർത്തുന്നവരാണെങ്കിൽ, ആ കുട്ടിയുടെ ബുദ്ധിവികാസം മുരടിക്കും, അവൻ പൊട്ടനായി പോകും. രണ്ടിലൊന്ന് സംഭവിക്കും. അതുകൊണ്ട് മൺപാത്രം വളരാതെ മാർഗമില്ല. മത്തങ്ങ വളരുന്നതിന് ആനുപാതികമായി മൺപാത്രം വളരാൻ പറ്റുമോ? ഇതാണ് ചോദ്യം. അതിനെന്ത് ചെയ്യണം? അതാണ് ഞാൻ ആദ്യം പറഞ്ഞത്, പഠിക്കുക. പുതിയ ട്രെൻഡുകൾ, പുതിയ കാലഘട്ടത്തിൻ്റെ പ്രത്യേകതകൾ പഠിക്കുക. ആ പഠിച്ചത് മുഴുവൻ സ്വാംശീകരിക്കരുത്. പുതിയ വിഷയങ്ങൾ മുഴുവൻ സ്വാംശീകരിക്കരുത്. എന്ത് കണ്ടാലും സ്വീകരിക്കലല്ല, സ്വീകരിക്കാനും തിരസ്കരിക്കുവാനുള്ള തൻ്റെ ഇടമുണ്ടാവുക. യെസ് എന്ന് പറയുന്നത് പോലെ നോ എന്ന് പറയാനും തൻ്റെ ഇടമുണ്ടാവുക. യെസ് എന്ന് പറയുന്ന എന്ത് പറഞ്ഞാലും യെസ്, നോ എന്ന് പറയാനുള്ള തൻ്റെ ഇടമുണ്ടാവും. ആദ്യം ഇതിൽ ഡ്രൈവിംഗ് അറിയുന്നവർ എത്ര പേരുണ്ട്? ഒന്ന് കൈ ഉയർത്തും. മഹാഭൂരിപക്ഷത്തിനും ഡ്രൈവിംഗ് അറിയാം. കോഴിക്കോട് കോർപ്പറേഷൻ്റെ ഒരു ഗുണമാണത്. ഡ്രൈവിങ്ങിൻ്റെ പ്രത്യേകത എന്താണ്? ഡ്രൈവിങ്ങിന് മറ്റു തൊഴിലിൽ നിന്ന് വ്യത്യസ്തമായൊരു പ്രത്യേകതയുണ്ട്. എന്താണെന്നറിയുമോ? കള്ളപ്പണി എടുക്കാൻ പറ്റാത്ത ഒരേ ഒരു പണിയാണ് ഡ്രൈവിങ്. ഡ്രൈവ് ചെയ്ത് കൊടുക്കുമ്പോൾ ഞാൻ ബ്രേക്ക് ചവിട്ടില്ല എന്ന് പറയാൻ പറ്റില്ല, ഞാൻ സ്റ്റെയറിംഗ് തിരിക്കാൻ മനസ്സില്ല എന്ന് പറയാൻ പറ്റില്ല. ചെയ്യേണ്ട പണി ചെയ്യേണ്ട സമയത്ത് ചെയ്യേണ്ടതുപോലെ ചെയ്യേണ്ട പണിയാണ് ഡ്രൈവിങ്. എൻ്റെ മകൻ്റെ സ്വഭാവത്തിനും അവൻ്റെ ബുദ്ധിശക്തിക്കും എൻ്റെ വീട്ടു സാഹചര്യത്തിനും എൻ്റെ ജീവിതത്തിൻ്റെ ആവശ്യങ്ങൾക്കും അനുസരിച്ചാണ് എൻ്റെ ജീവിതമാകുന്ന വണ്ടി ഓടിക്കേണ്ടത് എന്ന തീരുമാനമെടുക്കേണ്ട ഡ്രൈവർ നിങ്ങളാണ്. എന്തൊക്കെയാണ്? എൻ്റെ മകൻ്റെ, എൻ്റെ മക്കളുടെ ബുദ്ധിശക്തി, അവൻ്റെ താല്പര്യങ്ങൾ, നിങ്ങളുടെ വീടിൻ്റെ സാഹചര്യങ്ങൾ, നിങ്ങളുടെ വീടിൻ്റെ ആഗ്രഹങ്ങൾ, നിങ്ങളുടെ വീടിൻ്റെ പശ്ചാത്തലങ്ങൾ, ഇതെല്ലാം ചേർത്തുകൊണ്ടാണ് നിങ്ങളുടെ ജീവിതത്തിൻ്റെ വണ്ടി ഓടുന്നത്. അതിൻ്റെ ഡ്രൈവിംഗ് സീറ്റിൽ നിങ്ങൾ ഇരിക്കുക. പക്ഷേ നമ്മളിൽ പലരും ചെയ്തുകൊണ്ടിരിക്കുന്നത് മറ്റാരോ ഓടിക്കുന്ന വണ്ടിയിൽ ആ വീട് അവരെന്ത് ചെയ്യുന്നു, അവരെങ്ങനെയാണെന്ന് നോക്കിയിട്ട് അവരുടെ പിറകെ ഓടുന്ന, അവരുടെ വണ്ടിയിൽ യാത്ര ചെയ്യുന്ന യാത്രക്കാരായി മാത്രം മാറുന്നു നമ്മൾ. അത് മാറ്റണം. നമ്മുടെ ജീവിതമാകുന്ന വണ്ടി ഓടിക്കുന്ന ഡ്രൈവർ ഞാനാണ് എന്ന നല്ല ബോധ്യമുണ്ടാവണം. ആ ബോധ്യം നമുക്കുണ്ടാവണം. നിങ്ങളുടെ മക്കളുമായി ബന്ധപ്പെട്ടിട്ടാണ് രണ്ടാമത്തെ കാര്യം. ഈ ചോദ്യത്തിന് ഉത്തരം കിട്ടാനിരിക്കുന്നതിന് കാരണം നമ്മുടെ പഠന സമ്പ്രദായത്തിൻ്റെ ഒരു കുഴപ്പമാണ്. എന്താ അത്? ചോദ്യം വായിക്കും, ഉത്തരം പഠിക്കും. അതാണല്ലോ നമ്മുടെ ശീലം. തെറ്റാണത്. പഠിക്കേണ്ടത് ചോദ്യമാണ്. ചോദ്യം ചോദിക്കുന്ന കുട്ടിയാണ് നല്ല കുട്ടി. മക്കളെ ചോദ്യം ചോദിക്കാൻ പ്രേരിപ്പിക്കുക.
ഈ കുസൃതി ചോദ്യം കടങ്കഥകളൊക്കെ ചെറുപ്പത്തിൽ കുട്ടികളെ കൊണ്ട് ചോദിപ്പിക്കുന്നത് ചോദ്യം ചോദിക്കുവാനും ഉത്തരം കണ്ടെത്താനുമുള്ള സ്കിൽ ഡെവലപ്മെൻറ്റിനാണ്. ഈ ചോദ്യം ചോദിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു പ്രത്യേകത പറഞ്ഞുതരാം. ചോദ്യം ചോദിക്കുമ്പോൾ ഉത്തരത്തെ സ്വീകരിക്കാൻ നമ്മുടെ മനസ്സിലൊരു ഫയൽ ഓപ്പൺ ചെയ്യപ്പെടുന്നുണ്ട്. ഒരുത്തൻ പെണ്ണ് കാണാൻ പോകുമ്പോൾ വധുവിനെ സ്വീകരിച്ച് വീട്ടിൽ കൊണ്ടുപോയി കിടത്താൻ ഒരു ബെഡ്റൂം, ഒരു കട്ടിൽ ഓപ്പൺ ചെയ്യപ്പെടാതെ പെണ്ണ് കാണാൻ പോകില്ലല്ലോ. ഈ കട്ടിൽ ഒഴിഞ്ഞു കിടക്കുന്നിടത്തോളം ഇവൻ പെണ്ണിനെ അന്വേഷിച്ചു കൊണ്ടിരിക്കും. ചോദ്യം വരനും ഉത്തരം വധുവുമാണ്. ചോദ്യം നന്നായി പഠിക്കാൻ കുട്ടികളെ പഠിപ്പിക്കുക, ചോദ്യം ചോദിക്കാൻ പഠിപ്പിക്കുക. ചോദ്യം ചോദിക്കുമ്പോൾ ഉത്തരം കിട്ടിയില്ലെങ്കിൽ എന്താണ്? ഉത്തരം കിട്ടുന്നത് വരെ ഈ സ്പേസ് വാക്കൻ്റ് ആണ്. ഈ വാക്കൻ്റായ സ്പേസ് വാക്വമാണ്. വേക്കൻ്റ് ആണല്ലോ വാക്വം, ശൂന്യതയാണ്. ശൂന്യതയ്ക്കൊരു കരുത്തുണ്ട്, അറിയുമോ? അത് ചുറ്റുവട്ടമുള്ള എല്ലാറ്റിനെയും ആകർഷിച്ചു കൊണ്ടിരിക്കും. ശൂന്യത ഉത്തരത്തെ അന്വേഷിച്ചു കൊണ്ടിരിക്കും. ചോദ്യം പഠിക്കുക. ആ വാക്വം ക്രിയേറ്റ് ചെയ്യപ്പെടണമെങ്കിൽ ചോദ്യം ചോദിക്കുന്ന കുട്ടികളെ ഉണ്ടാക്കണം. പഴയ മട്ടിലുള്ള ജീവിതക്രമം ഇനി മുന്നോട്ട് പോവില്ല. നിങ്ങൾ മനസ്സിലാക്കുക. LP സ്കൂള്, UP സ്കൂള്, ഹൈസ്കൂള്, ഹയർ സെക്കൻഡറി, ഡിഗ്രി, BBA, BCom, BSc, MBBS, BTech എന്ന ഈ ക്രമത്തിനനുസരിച്ച് മാത്രം ജീവിതം മുന്നോട്ട് പോകുമെന്ന് പ്രതീക്ഷിക്കരുതനി. നമ്മുടെ വിദ്യാഭ്യാസവും നമ്മുടെ ജീവിതവും വിസ്ഫോടനാത്മകമായി പൊട്ടിച്ചിതറിയിരിക്കുന്നു. പുതിയ കാലഘട്ടത്തിൽ പൊട്ടിച്ചിതറിയിരിക്കുന്നു. സാധ്യതകൾ ഒരുപാടുള്ളതുപോലെ തന്നെ കള്ളനാണയങ്ങളും ചതിക്കുഴികളും ഒരുപാട് നമ്മുടെ മുമ്പിലുണ്ട്. അപ്പൊ ഈ ചതിക്കുഴികളിൽ, ഈ കള്ളനാണയങ്ങളിൽ പെട്ട് നമ്മുടെ കുട്ടികൾ വഴിയിൽ ഒറ്റപ്പെട്ടു പോകാതിരിക്കണമെങ്കിൽ അവരുടെ കൂടെ നിങ്ങളെപ്പോഴും ഉണ്ടാകുമോ? രക്ഷിതാക്കൾ ചില കുട്ടികളെ ക്ലാസ്സിൽ നല്ല അധ്യാപകരുടെ മുന്നിൽ നല്ല കുട്ടികളായിരിക്കും. ആര്? കൃത്യമായി അസൈൻമെൻറ്റ് ചെയ്തവർ, നല്ല പ്രൊജക്റ്റ് ഉണ്ടാക്കുന്നവർ, നല്ല കുട്ടികളാണ് ടീച്ചറുടെ മുന്നിൽ. പക്ഷെ ചിലർ ജീവിതത്തിൽ പരാജയപ്പെട്ടു പോകും. കാരണം ഈ അസൈൻമെൻറ്റ് പ്രൊജക്റ്റൊക്കെ തയ്യാറായി കൊടുക്കുന്നതിൽ രക്ഷിതാക്കൾക്ക് നല്ല പങ്കുണ്ടാവും. അസൈൻമെൻറ്റും പ്രൊജക്റ്റും കൊടുക്കുന്നത് ടീച്ചറുടെ മുന്നിൽ നല്ല കുട്ടിയാണെന്നുള്ള കണ്ടിന്യൂസ് ഇവാലുവേഷൻ്റെ മാർക്ക് കിട്ടാനല്ല, സ്വന്തമായി ചെയ്തിട്ട് അതിജീവിക്കുവാനുള്ള സാമർഥ്യം അവരെ പഠിപ്പിക്കാനാണ്. അതുണ്ടാക്കിയെടുക്കാറുണ്ടോ നിങ്ങൾ എന്നതാണ് ചോദ്യം. അതുണ്ടാക്കിയെടുക്കാറുണ്ടോ? അതാണ് ചോദ്യം. നമ്മൾ പലപ്പോഴും ഇപ്പോൾ സ്കൂൾ ബസ് വരുന്ന സമയമാകുമ്പോഴേക്ക് പല കുട്ടികളുടെയും വീട്ടിൽ ഇങ്ങനെയൊരു അനൗൺസ്മെന്റ് കേൾക്കാം: എൻ്റെ ബാഗ്, എൻ്റെ കൊട, എൻ്റെ ട്രൗസറ്, എൻ്റെ ബനിയൻ, എൻ്റെ ടൈ, എൻ്റെ ബെൽറ്റ്, ഓരോന്നിങ്ങനെ അനൗൺസ് ചെയ്യുമ്പോൾ അമ്മയെടുത്തോടുന്നു, അച്ഛനോടുത്തോടുന്നു, എല്ലാവരും കൊണ്ടുവരുന്നു. എല്ലാം കെട്ടി വിട്ടിട്ട് ബഹിരാകാശ യാത്രികനെ റോക്കറ്റിലേക്ക് കയറ്റുന്നത് പോലെ തള്ളി വിടുകയാണ്. തെറ്റ്, 100% തെറ്റ്. അവനവൻ്റെ ബാഗും കൊടയും ബെൽറ്റും എവിടെ വച്ചു അതെടുത്ത് ധരിക്കുവാൻ എല്ലാ കുട്ടികളും സ്വന്തമായി പ്രാപ്തി ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ രക്ഷിതാക്കളെ, നിങ്ങളൊരു പരാജയമാണ്. അവനെ കൊണ്ട് ചെയ്യിക്കണ്ടേ? ഞാൻ കുടുംബശ്രീ മുഖാന്തരം ഒരു സർവേ നടത്തി. ആ സർവേ റിസൾട്ട് നിങ്ങളോട് പറയുമ്പോൾ ഒരു വിഭാഗത്തിന് എന്നോട് ദേഷ്യം വരും, ക്ഷമിക്കുക. ആ സർവേ റിസൾട്ട് എന്താണെന്നറിയോ? കേരളത്തിലെ പുരുഷന്മാരിൽ 87% അവനവൻ്റെ അണ്ടർവെയർ അലക്കാത്തവരാണ്. ഈ സർവേ റിസൾട്ട് കിട്ടിയതാണ്. അവനവൻ്റെ അണ്ടർവെയർ പോലും അലക്കാൻ ഭാര്യയെയോ സഹോദരിയെയോ അമ്മയോ ഏൽപ്പിക്കുന്നവരാണ് കേരളത്തിൽ 87% പുരുഷന്മാരും. അതെങ്കിലും നമ്മുടെ മക്കളെ പഠിപ്പിക്കുക. അവനവൻ്റെ അണ്ടർവെയർ അലക്കിയിടാൻ, അവനവൻ കഴിച്ച പാത്രം കഴുകാൻ പഠിപ്പിക്കേ. എന്തിന്? എല്ലാ കാലവും നിങ്ങളുണ്ടോ കൂടെ? അമ്മയും അച്ഛനും, ചില അമ്മയും അച്ഛനും വിചാരിക്കുന്നത് എല്ലാ കാലവും ഞാൻ ഇവൻ്റെ കൂടെ ഉണ്ടാവുന്ന. അവൻ പോകും. അവൻ്റെ ജീവിതത്തിലേക്ക് പോകുമ്പോൾ, അവിടെ എത്തുമ്പോൾ ഒന്നും ചെയ്യാൻ പറ്റാതെ
ഇതികർത്തവ്യതാമൂഢനായി നിൽക്കുന്ന മക്കളെ നിങ്ങൾ സൃഷ്ടിക്കരുത് ദയവ് ചെയ്തിട്ട്. അതുകൊണ്ട് അവൻ്റെ ജീവിതത്തിന് ആവശ്യമായ കാര്യങ്ങളെല്ലാം അവനെ കൊണ്ട് ചെയ്തിട്ട് ജീവിതം പഠിപ്പിക്കൂ. പരീക്ഷയ്ക്ക് ഉത്തരം എഴുതാൻ പഠിപ്പിക്കൽ മാത്രമല്ല നിങ്ങളുടെ പ്രധാനപ്പെട്ട ജോലി, ജീവിതം പഠിപ്പിക്കൂ. ജീവിതത്തിൻ്റെ പുതിയ സ്കില്ല് പഠിപ്പിക്കൂ. ആ സ്കില്ലിലേക്ക് പ്രവേശിപ്പിക്കുമ്പോൾ പാഠപുസ്തകങ്ങൾക്ക് അന്യമായിട്ട് പാഠപുസ്തകത്തിന് പുറത്തുള്ള 6 കാര്യങ്ങൾ നിങ്ങളുടെ കുട്ടിയിൽ ഉണ്ടായി എന്ന് ഉറപ്പുവരുത്തണം. ആ 6 കാര്യങ്ങളാണ് ഞാൻ ഇന്ന് ക്ലാസ് എടുക്കുന്നത്. നിങ്ങളുടെ കുട്ടികളെ നല്ല ബുദ്ധിജീവികളല്ല ആക്കേണ്ടത്. ബുദ്ധിജീവി ആയിക്കോട്ടെ, അത് സ്വാഭാവികമായ വളർച്ചയാണ്. നിങ്ങളുടെ കുട്ടികൾ നല്ല ജീവിതം പഠിക്കുന്നവരാകുക, പുതിയ മട്ടിലുള്ള വ്യക്തിത്വമുള്ള യുണീക്കായിരിക്കുന്ന വ്യത്യസ്തതയുള്ള ജീവിതം ഉണ്ടാക്കുക. എല്ലാവരും ജീവിക്കുമ്പോൾ എൻ്റെ കുട്ടിയും ജീവിക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കരുത്. എല്ലാവരിൽ നിന്നും വ്യത്യസ്തമായി എൻ്റെ കുട്ടി ജീവിക്കണമെന്ന് ആഗ്രഹിക്കുക. എല്ലാവരിൽ നിന്നും വ്യത്യസ്തമായി. അപ്പോൾ എന്താ വേണ്ടത്? വിദ്യാഭ്യാസത്തിൻ്റെ ലക്ഷ്യം ബുദ്ധി വളർച്ചയല്ല, വ്യക്തിത്വ വികാസമാണ്. അത് പാഠപുസ്തകങ്ങൾ അതിന് വളരെ പരിമിതമാണ്. പാഠപുസ്തകങ്ങൾ പരിമിതമാണ്. പാഠപുസ്തകങ്ങൾ ഞാൻ ഏത് സിലബസ് നോക്കിയപ്പോൾ ഒരു കുട്ടിയുടെ ജീവിതത്തിൽ ആവശ്യമായിരിക്കുന്നതല്ല, ആവശ്യമായ അറിവുകളുടെ 100-1 പോലും പാഠപുസ്തകത്തിലില്ല. 100-1 പോലും പാഠപുസ്തകത്തിലില്ല. അതുകൊണ്ട് പാഠപുസ്തകമെന്ന് പറയുന്നത് അവസാന വാക്കല്ല, ആദ്യത്തെ വാക്കാണ്. അതൊരു പ്രവേശന കവാടമാണ്. ആ പ്രവേശന കവാടത്തിലൂടെ ഈ പ്രപഞ്ചത്തിലേക്ക് അവനെ നോക്കിക്കാണാൻ പഠിപ്പിക്കണം. അതുകൊണ്ട് പാഠപുസ്തകത്തിൽ പരീക്ഷ എഴുതി മാർക്ക് വാങ്ങലല്ല എന്ന പരിമിതമായ ലക്ഷ്യം, ഫുൾ A+ എന്ന പരിമിതമായ ലക്ഷ്യത്തിലേക്ക് നമ്മുടെ കുട്ടികളുടെ ബുദ്ധിയെ തളച്ചിടരുത്. പരിമിതമായ ലക്ഷ്യമാണ് പലർക്കും. ഫുൾ A+, ഒരു ജോലി, തീർന്നു. അതാണോ ഒരു ജോലി? ഫുൾ A+, ഒരു വീട്, ഒരു കാറ്, ഇതാണോ ജീവിതം? ഇതെന്ത് ജീവിതമാണ്? അതിനപ്പുറത്ത് ഈ പ്രപഞ്ചത്തോളം വളരണ്ടേ നമ്മുടെ കുട്ടികൾ? അതിനുള്ള കഴിവ് നിങ്ങളുടെ ഉള്ളിലുണ്ട്, നിങ്ങളുടെ മക്കളുടെ ഉള്ളിലുണ്ട്. അതിനെ മുഴുവൻ പുറത്തെടുക്കാനുള്ള അവസരങ്ങൾ സൃഷ്ടിച്ചു കൊടുക്കലാണ് നമ്മുടെ ജോലി. ഒരു പെൺകുട്ടി ഹോസ്റ്റലിൽ പഠിക്കാൻ കഴിവില്ല. കൂട്ടുകാർ താമസിക്കുന്ന ലോഡ്ജിൽ ഒരു വീട്ടിൽ താമസിക്കുമ്പോൾ അവിടെ ഷെയർ ചെയ്തിട്ട് താമസിക്കാൻ കൊടുക്കാൻ കാശ് കയ്യിലില്ല. അപ്പോൾ അവൾ പോയി ചോദിച്ചു, ആ വീടിൻ്റെ അടുക്കളയുടെ അറ്റത്ത് അല്പ സ്ഥലമുണ്ടല്ലോ, അടുക്കളയുടെ അട്ടം ആറ്റിക് എന്ന് പറയും, ആറ്റിക്, അതാണ് മലയാളത്തിൽ അട്ടം. ആ വിറക് സൂക്ഷിക്കുന്നതിൻ്റെ ഇടയിൽ ഞാനൊരു പായിട്ട് കിടന്നോട്ടെ, കുറച്ച് കാശ് തരാം, അപ്പോൾ അതിൻ്റെ കാശും കിട്ടുമല്ലോ എന്ന് ആലോചിച്ചപ്പോൾ ആ വീട്ടുകാരൻ പറഞ്ഞു സന്തോഷം. യെസ്, അങ്ങനെ ഈ പുകയൊക്കെ ശ്വസിച്ചുകൊണ്ട് ശ്വാസകോശ പ്രശ്നമായിട്ടും ആ കുട്ടി അവിടെ കിടന്ന് പഠിച്ചു. അവൾ പഠിച്ചു കഴിഞ്ഞിട്ട് തിരിച്ചു വന്നിട്ട് കനികളിൽ നിന്ന് കൊണ്ടുപോയിട്ട് ചെളിയും കോരി വീട്ടിലേക്ക് പോകുന്ന കണ്ടപ്പോൾ അയൽവാസികൾ പറഞ്ഞു, ഒരുപാട് പഠിച്ചിട്ട് കുട്ടിക്ക് വട്ടായിപ്പോയി. കാരണം ഇവൾ ചെയ്യുന്നത് കനികളിൽ നിന്ന് കോരിക്കൊണ്ടുകൊണ്ടിരിക്കുന്ന പിച്ച് ബ്ലണ്ടിൻ്റെ ചളി, പിച്ച് ബ്ലണ്ട് അയിര്, അത് കോരി തലയിൽ വെച്ചിട്ട് ചളിയിൽ കൊണ്ടുപോയിട്ട് വീട്ടിൽ കൊണ്ടിടുക. എന്തൊരു പൊട്ടത്തിയാണിത്! ഒരു ദിവസം പത്രത്തിൽ വാർത്ത വന്നു, ആ കുട്ടിക്ക് നോബൽ സമ്മാനം കിട്ടിയെന്ന്. അപ്പോഴാണ് നാട്ടുകാർ ഞെട്ടിപ്പോയത്. പിച്ച് ബ്ലണ്ട് അയിരിൽ നിന്ന് യുറേനിയം എന്ന് പറയുന്ന ഒരു മൂലകത്തെ ലോകത്തിൽ ആദ്യമായി സമ്പുഷ്ടീകരിച്ച് കണ്ടുപിടിച്ച മേഡം ക്യൂരിയുടെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. അവൾ പിന്നെയും അവിടെ നിന്നില്ല. അവളുടെ ഭർത്താവ് പിയരി ക്യൂരിയുടെ കൂടെ അവിടെ നിൽക്കാതെ യുറേനിയത്തെ സമ്പുഷ്ടീകരിച്ച് അതിൻ്റെ അകത്തുനിന്ന് റേഡിയം കണ്ടെത്തി. പിന്നെയും കിട്ടി നോബൽ സമ്മാനം. ആ റേഡിയമാണ് ആറ്റം ഘടിച്ച് ആറ്റോമിക് എനർജിയുടെ അടിത്തറയായി മാറിയത്. ആ റേഡിയത്തിൻ്റെ കണ്ടുപിടുത്തം റേഡിയോ അല്ല. പ്രകൃതിയിൽ മനുഷ്യൻ ഈ ഭൂമിയിൽ ഉണ്ടാകുന്നതിന് മുൻപ് കോടാനുകോടി വർഷം ഈ ഭൂമിയിൽ സസ്യങ്ങളും ജന്തുജാലങ്ങളും ഉണ്ടായിരുന്നു. അവരുടെ ജീവിതത്തിൽ ഭക്ഷണത്തിൽ പ്ലസ് ഉണ്ടായിരുന്നില്ല, വസ്ത്രത്തിൽ പ്ലസ് ഉണ്ടായിരുന്നില്ല, വീടിൽ താമസിക്കുന്ന ഗുഹകളിൽ പ്ലസ് ഉണ്ടായിരുന്നില്ല. എന്തായിരുന്നോ
അത് തന്നെയായിരുന്നു എല്ലാ കാലവും അവർക്ക്. ഓരോ ദിവസവും പ്ലസ് ചെയ്തിരുന്നില്ല. നമ്മൾ മനുഷ്യൻ ഇന്നലെ ജീവിച്ചതിൽ നിന്ന് വ്യത്യസ്തമായി ഇന്ന് എന്തെങ്കിലും നേടിയിട്ടില്ലെങ്കിൽ ചത്തതിനൊക്കുമേ ജീവിച്ചിരിക്കലും. എന്താണ് നേടേണ്ടത്? നേടേണ്ടത് ഭൗതിക സമ്പത്താണോ? മനുഷ്യൻ്റെ നിലനിൽപ്പ് തന്നെ എന്താ? ഭൗതികമായതാണോ അവൻ്റെ മാനസികമായതാണോ മനുഷ്യനെന്ന് പറയുന്നത്? മനുഷ്യൻ്റെ പ്രത്യേകത എന്താണ്? മനുഷ്യൻ മറ്റു ജീവജാലങ്ങളിൽ നിന്ന് വ്യത്യസ്തനായിരിക്കുന്നത് അവന് അകവും പുറവും ഉണ്ട് എന്നതുകൊണ്ടാണ്. താൻ നായയാണെന്നറിയുന്ന ഒരു നായയും ലോകത്തില്ല. ഉണ്ടോ? ആനക്കറിയുമോ തൻ്റെ പേര് ആനയാണെന്ന്? ഒരു മൃഗത്തിനും താൻ ആരാണെന്നറിയില്ല. തൻ്റെ ദേശമേതാണ്, താൻ ജീവിച്ചിരിക്കുന്ന കാലം ഏതാണെന്നറിയില്ല. എന്നാൽ മനുഷ്യന് താൻ ആരാണെന്നറിയാം. തൻ്റെ പേരെന്താണ്, താൻ എവിടെയാണ് ഈ പ്രപഞ്ചത്തിൽ. നമുക്കൊരിടമുണ്ടല്ലോ, അതെവിടെയാണെന്നറിയാം. ആ ഇടം ഇപ്പം ഗൂഗിൾ കണ്ടെത്തി തരിക. ഇപ്പോൾ എൻ്റെ വീട് കണ്ടുപിടിക്കാൻ ഞാനിപ്പോൾ ഗൂഗിൾ നോക്കേണ്ട അവസ്ഥ വന്നു അല്ലേ? ഞാനിപ്പോൾ രാവിലെ, ഞാൻ ഇന്നലെ രാത്രി എത്തിയിരുന്നു. താമസിക്കുന്ന സ്ഥലത്ത് നിന്ന് അസ്രഫ് എൻ്റെ വീട്ടിലേക്ക് വരുമ്പോൾ അദ്ദേഹം ലൊക്കേഷൻ മാപ്പ് അയച്ചു തന്നു. ഞാൻ ഡ്രൈവ് ചെയ്തിട്ട് നേരെ അവിടെ എത്തി. ഒരു പ്രയാസമില്ല, നേരെ അവിടെ എത്തുന്നു. അഷ്റഫ് കമൻറ്റിൽ നിൽക്കുന്നു, ആരോടും ചോദിക്കേണ്ടി വന്നില്ല. അപ്പോൾ അഷ്റഫൊക്കെ പറഞ്ഞത് എന്താണെന്നറിയോ? അഷ്റഫൊക്കെ പറഞ്ഞത് ഇത് നല്ല കാര്യം തന്നെ, പക്ഷെ അദ്ദേഹം ഒരു നല്ലൊരു പോയിന്റ് പറഞ്ഞു. പക്ഷേ ഈ നല്ല കാര്യത്തിൻ്റെ പേരിൽ നമ്മൾ ആരും സൈഡ് ഗ്ലാസ് താഴ്ത്തുന്നില്ല, വഴിയിലിരിക്കുന്ന ഒരാളോട് മിണ്ടുന്നില്ല, ഒരു കടക്കാരനോട് ചോദിക്കുന്നില്ല, ആരോടുമുള്ള ജൈവികമായ സംവാദമില്ല. എല്ലാം ഡിജിറ്റൽ സംവാദങ്ങൾ മാത്രമേ ഉള്ളൂ അല്ലേ? ഡിജിറ്റൽ സംവാദങ്ങൾ മാത്രമേ ഉള്ളൂ. നമുക്ക് എവിടെയാണെന്നറിയാം, എവിടുന്ന നമ്മൾ വന്നെന്നറിയാം. എവിടെ നിന്നു വന്നു ഞാൻ, എവിടേക്ക് പോണു ഞാൻ എന്നറിയാം നമുക്ക്. അതറിയണമെങ്കിൽ അതിനു വേണ്ടിയിട്ടാണ് നമ്മുടെ ആചാര്യന്മാർ വിളക്കുമരമേ വെളിച്ചമുണ്ടോ, അതാണ് ദർശനം നൽകണേ മിശിഹായേ. ആ പാട്ടിൻ്റെ അല്ലേ? ആ ദർശനം നൽകണേ എന്ന് പറഞ്ഞാൽ എന്നെ കാണിച്ചു തരണമെന്നല്ല, മിശിഹയെ എന്നെ കാട്ടിത്തരണമെന്നല്ല, ദർശനം നൽകണേ. കാഴ്ചപ്പാട്, ജീവിതത്തെ പറ്റി ഒരു കാഴ്ചപ്പാട് എനിക്ക് ഉണ്ടാക്കി തരണേന്നാ മിശിഹായെ. ജീവിതത്തെ പറ്റിയിട്ടുള്ളൊരു ദർശനം, ഫിലോസഫി തരണേ മിശിഹായെ എന്നാണ് ചോദ്യം. അതിന് വിളക്കുമരമേ വെളിച്ചമുണ്ടോ. എന്നാ ഇപ്പോ എവിടെ നിന്നെത്തി എന്നറിവീല, ഏതാണ് ലക്ഷ്യമെന്നറിവീല, മാനവ സുഖമെന്ന മായാമൃഗത്തിനെ തേടുന്ന പാന്തൻ ഞാൻ അല്ലേ? ഈ സുഖത്തിൻ്റെ പുറകെ പോയിട്ട് മനുഷ്യജീവിതത്തിൻ്റെ ഫിലോസഫി നഷ്ടപ്പെട്ടു പോകുന്ന വിഡ്ഢികളാവുന്നു നമ്മൾ. സുഖമാണ് നമ്മുടെ ആത്യന്തികമായ ലക്ഷ്യമെന്ന് തെറ്റിദ്ധരിച്ചു പോയി. അപ്പൊ പ്ലസ് ആവണം. എന്താണ് പ്ലസ്? കാലദേശങ്ങളുടെ ബന്ധനാണ്. ഈ പ്ലസ് എന്ന ചിഹ്നത്തിന് വിലങ്ങനെ ഒരു വര, താഴോട്ടൊരു വര, ഹൊറിസോണ്ടൽ ആൻഡ് വെർട്ടിക്കൽ ലൈൻ. അതിനൊരു പ്രതീകമുണ്ട്. നമ്മൾക്കൊരു സമൂഹം ഒരുപാട് പ്രതീകങ്ങൾ തന്നിട്ടുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ ടെസ്റ്റ് ട്യൂബിൻ്റെ പ്രതീകമായിരുന്നല്ലോ വിരല്. നിങ്ങൾ ധരിച്ചിരിക്കുന്ന, സ്ത്രീകൾ ധരിച്ചിരിക്കുന്ന താലി ഒരു പ്രതീകമാണ്. എന്തിൻ്റെ പ്രതീകമാണെന്നറിയാമോ? താലി ഭർത്താവിൻ്റെ ഹൃദയത്തിൻ്റെ പ്രതീകമാണ് താലി. ആലിലത്താലിയല്ല, ഭർത്താവിൻ്റെ ഹൃദയം. ഒരു വിവാഹമെന്ന് പറയുന്നത് രണ്ട് ശരീരങ്ങൾ ചേരലല്ല, രണ്ട് ഹൃദയങ്ങൾ ചേരലാണ്. അപ്പോൾ ഭർത്താവ് തൻ്റെ ഹൃദയം മൂല്യമുള്ള സ്വർണമാക്കിയിട്ട് ഭാര്യയുടെ ഹൃദയത്തോട് ചേർത്ത് വെക്കുന്നു. ഫെവിക്കോൾ കൊണ്ട് ഒട്ടിക്കാൻ പറ്റാത്തത് കൊണ്ട് നൂല് കെട്ടി കഴുത്ത് കെട്ടുന്നു എന്ന് മാത്രം. ഈ പ്രതീകം അറിയാത്ത വിഡ്ഢികളാണ് എന്ത് ചെയ്യുന്നത്? വലിയ മാല വാങ്ങിയിട്ട് താലി അയിമ കോർക്കും. അപ്പോൾ ഭർത്താവിൻ്റെ ഹൃദയം ഭാര്യയുടെ ഹൃദയത്തിൻ്റെ നേരെയാ നിൽക്കണ്ടേ? ഭൂരിപക്ഷം ഭർത്താക്കന്മാരുടെ ഹൃദയവും ഭാര്യയുടെ ഉദരത്തുമല്ല ഉള്ളത്. ഇതിൻ്റെ പ്രതീകം അറിയാത്തതുകൊണ്ടാണ്.